പേഷ്യൻറ്റിൻ്റെ വാട്സപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. AMH വാല്യൂ 7.5 ഉണ്ട്, PCOD ആണെന്നുണ്ട്, 26 വയസ്സുണ്ട്, എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് അറിയണത് പോളിസ്റ്റിക് ഓവേറിയൻ ഡിസീസാണ്. പോളിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓവറി ധാരാളം ഫോളിക്കിൾസ് ഉണ്ട്, പക്ഷേ ഫോളിക്കിൾ പ്രോപ്പർലി വളരുന്നില്ല. ഈ ഫോളിക്കിൾ പ്രോപ്പർലി വളരാതെ ചെറിയ ചെറിയ സിസ്റ്റ് പോലെ ഓവറി കാണുന്നതുകൊണ്ടാണ് അതിന് പോളിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ ഓവറി സിസ്റ്റ് ഇല്ല. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഫോളിക്കുലർ പ്രോപ്പർലി വളരുന്നത്. ഇവിടെ ഫോളിക്കുലർ പ്രോപ്പർലി വളരുന്നില്ല. ഈ ഹോർമോൺ ഇംബാലൻസ് ആണ് കാരണം. അവിടെ നമ്മുടെ ഇപ്പോൾ തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നൽസാണ് നമ്മുടെ ഓവറിയിൽ ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓവറിയിൽ ധാരാളം ഫോളിക്കിൾസ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ഓർക്കണം. ഈ ഓവറിയുടെ ലെവലിൽ ഓവറിയിൽ ഈ സ്ട്രോമ, ഇതാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്ന സ്ട്രോമ. ഈ സ്ട്രോമയുടെ അളവ് കൂടുതലാണ്. ഈ സ്ട്രോമ എന്ത് ചെയ്യും? പുരുഷ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. തലച്ചോറിയിൽ നിന്ന് വരുന്ന സിഗ്നൽ അബ്നോർമാലിറ്റിയും ഈ സ്ട്രോമയും കൂടുമ്പോൾ അവർക്ക് പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടും. നമ്മുടെ FSH എന്ന് പറഞ്ഞ ഹോർമോണാണ് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന അനുസരിച്ച് FSH കുറയും, LH കൂടും. ഇവിടെ ഏർലി സ്റ്റേജിൽ തന്നെ LH കൂടുമ്പോൾ അത് എഗ് ഡെവലപ്പിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഫോളിക്കിൾ പ്രോപ്പർലി വളരാൻ ഡിഫിക്കൽറ്റി വരാം. ഈ പേഷ്യന്റിന് ഇറഗുലർ പീരീഡ് വരാം. എന്തുകൊണ്ടാണ്? ഈ അമിതമായിട്ടുള്ള ഹോർമോണിന്റെ പ്രഭാവം കൊണ്ടാണ്. അവർക്ക് തൂക്കം കൂടാം. കാരണം ഇങ്ങനെയുള്ളവർക്ക് ഇൻസുലിനെതിരെ പ്രതികരിക്കുന്ന ഘടകങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പം അവരുടെ ബോഡിയിലെ ഇൻസുലിൻ്റെ അളവ് സാധാരണ ഇടവേക്കാളും കൂടുതലായിരിക്കും. ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ കഴിക്കുന്ന മുഴുവൻ ബോഡി സ്റ്റോർ ചെയ്യും. അപ്പം തലച്ചോറിൽ നിന്ന് വരുന്ന ഹോർമോണിന്റെ ഭാഗത്ത് സ്ട്രോമയുടെ അളവ് കൂടുതൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുകയും അണ്ടർ ഡെവലപ്മെന്റ് തടസ്സപ്പെടുകയും ചെയ്യും. അവിടെ റെഗുലർ വ്യായാമം, അത് മാത്രമല്ല, അവിടെ ഒരു വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും. എസ്പെഷ്യലി എയറോബിക് എക്സസൈസ്, ജിമ്മ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഡയറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ അവരെ ഈ വെയിറ്റ് റിഡക്ഷൻ മാത്രം പോരാ, തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നൽ അബ്നോർമാലിറ്റി ഉണ്ട്, ഓവറിയുടെ സ്ട്രോമയുടെ അളവ് വൈകല്യമുണ്ട്. ഇവിടെ ഈ പേഷ്യന്റ് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പ് പ്രഗ്നൻസി ട്രൈ ചെയ്യണം. റെഗുലർ എക്സസൈസ്, ഡയറ്റ് മോഡിഫിക്കേഷൻ, വ്യായാമം, നമ്മൾ അതുപോലെ തന്നെ വിവാഹപ്രായം വൈകിക്കരുത്. കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാകാനും താമസം വരരുത്. ഈ കാര്യങ്ങളിൽ ഈ രോഗി അലേർട്ടായിരിക്കും. കാരണം ഈ പേഷ്യന്റിന് ക്രമേണ ഡയബറ്റീസ്, പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗിറ്റാർ നല്ലതാണ്, ഇതിനെ വായിക്കാൻ പഠിക്കണം, നോട്ട്സ് പഠിക്കണം. ആ തലച്ചോറും ഓവറിയും യൂട്രസിനുള്ള ആക്സസ് കറക്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ പോളിസ്റ്റിക് ഓവറിയിൽ വിജയസാധ്യതയുള്ള ഒരു അവസ്ഥയാണ്. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട. ഇതാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി അത് വളരെ ക്ലിയർ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി പോവുകയാണ് വേണ്ടത്. അവിടെ യാതൊരു സിസ്റ്റം ഇല്ല. ഇവിടെ ധാരാളം ഫോളിക്കിൾസ് ആണുള്ളത്. ഇവിടെ ഈ AMH ഉള്ളപ്പം നമ്മൾ ഒരു കാര്യം, AMH ഉള്ളപ്പോൾ ചിലപ്പോൾ ഓസൈഡ് ക്വാളിറ്റി മോശമാകാം. അതുകൊണ്ട് ആ പേഷ്യന്റ് അണ്ടർ ഡെവലപ്പ് ചെയ്യാനുള്ള ഗുളികകൾ കഴിക്കുക, 4 to 6 സൈക്കിൾസ് ടാബ്ലറ്റ് പ്ലസ് ഇഞ്ചക്ഷൻ എടുക്കുക. അവിടെ ആവുന്നില്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ഓവറിയെ ഡ്രിൽ ചെയ്ത് ഈ സ്ട്രോമയിലുള്ള കുറയ്ക്കുക. അതിനുശേഷം നമ്മൾ ഒരു 6 സൈക്കിൾ ട്രൈ ചെയ്യുക. ആവുന്നില്ലെങ്കിൽ നമ്മൾ IVF-ലോട്ട് പോകുന്നതാണ് നല്ലത്. നമ്മൾ ഹസ്ബൻഡിന്റെ പാരാമീറ്റേഴ്സും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പോളിസ്റ്റിക് ഓവറിയെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അവിടെ ഒരു ജെനറ്റിക് ഇൻഹെറിറ്റൻസ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഈ അവസ്ഥയെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.